വേണ്ട, അങ്ങനെയാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ നോക്കാം. അത് ശരിയാണ്. അല്ല, ഞാൻ ഒരു ഹെൽപ്പിങ്ങിന് നിങ്ങളെ കൊണ്ടുവന്നാ വേണ്ട, എന്നാ വേണ്ട, അത് വേണ്ട. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ടൊരു ഹെൽപ്പർ ആവശ്യമില്ല. എനിക്കിതാ ഒരു സർദി പക്കടായിരിക്കും, ആളൊരു സുഖമില്ല, നോമ്പറിഞ്ഞ ദിവസം തല കറങ്ങുക, തലവേദന, ഗ്യാസുള്ള പോലെ ഭയങ്കര അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഗ്യാസിന് ഗുളിക ഗുളിക വേണ്ടായിരുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എന്താ സംഭവം എന്ന് പറയാം, ഭയങ്കര ധൃതി പിടിച്ച് ചെയ്യേണ്ടത്, നേരം വൈകിക്കണേ. കാരണം വേറൊരു ഷോർട്സ് വീഡിയോ നമ്മളത് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഒക്കെ ഇവളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ലേറ്റായി. അപ്പം ഇനി ഒരുപാട് സമയമൊന്നും ഇല്ല. അപ്പം ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹ് നോമ്പ് എത്രയാണ്? 22 അല്ലേ? 22-ാം നോമ്പാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അൽഹംദുലില്ലാഹ് ഹൈറാണ്. നമ്മളെ ഗൾഫിലെ പ്രവാസികളുടെ കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം അൽഹംദുലില്ലാഹ് സുഖമാണ്, ഹൈറാണ്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം അതെ, അതിൻ്റെ മസാല അതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതല്ലേ. അപ്പോൾ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈൻ്റെ മസാല ഞാനാണ് ഇട്ടാ, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഉണ്ടാക്കിയത് ഇവിടാണ്, ഇവിടെ ഉണ്ടാക്കി. അപ്പം ഞാൻ ചിക്കൻ്റെ മസാല ഞാനാണ് ഇട്ടത് എന്ന് പറയാലോ. പക്ഷെ ഉണ്ടാക്കിയത് ഇവിടാണ്, ഇവിടെ ഇട്ടാണ് മസാല. പക്ഷെ ഞാനാണ് ചിക്കൻ പെരട്ടി ഞാനല്ല. അപ്പം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ടല്ലുള്ളൂ, ചിക്കൻ തേച്ച് ഞാനില്ലേ. അപ്പോൾ നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, നല്ല മണക്കുണ്ട്, അടിപൊളിയാണ്. തരിക്കഞ്ഞി ഇന്ന് ഉണ്ടാക്കാൻ നേരമില്ല അല്ലേ, നാളാക്കല്ലേ തരിക്കഞ്ഞി. നാളെ തരിക്കഞ്ഞി ഉണ്ടാക്കും, ഒന്നും ഉണ്ടാക്കുന്നില്ല. കൂട്ട് വെട്ടൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞേ പ്ലീസ്. തരിക്കഞ്ഞി മൈ ഫേവറേറ്റ്. വർഷത്തിലൊരിക്കലൊക്കെ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കണം തന്നെ, അതിൻ്റെ ഇടയിൽ ആളുണ്ടാക്കും കേട്ടോ, ഉണ്ടാക്കാനൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ തരിക്കഞ്ഞി തന്നെ നമ്മളെ പഴമയുടെ ഒരു പെരുമ തന്നെയാണ്. ഭയങ്കര ഒരു ആ പഴയ ഓർമ്മകളൊക്കെ അത്രേ ഉള്ളൂ. നല്ല അടിപൊളി നാടൻ സ്റ്റൈൽ ഉണ്ടാക്കും ചെയ്യും. തരിക്കഞ്ഞിൻ്റെ കാര്യം എന്താ സംഭവം എന്ന് പറയുന്നത്, ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞു. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട് ഉമ്മ ഈ കുറച്ചൊക്കെ ഈ നോമ്പറക്കലൊക്കെ പണ്ടത്തെ കാലത്ത് തന്നെ ഇഷ്ടംപോലെ വീടുകളിൽ നോമ്പറപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. മരുവാനല്ലാതെ അയൽവാസികളിൽ നാട്ടുകാരൊക്കെ നോമ്പറപ്പിക്കൽ. ഇപ്പം അതൊക്കെ എടുത്തുപോയി. പണ്ടത്തെ കാലത്ത് ഓരോ വീട് വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ നോമ്പ് തുറണ്ടാവും. അപ്പം എൻ്റെ ഉമ്മ അവിടെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക്, കാരണം ഉപ്പൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുകൊണ്ട് ഉപ്പയും ജ്യേഷ്ഠന്മാരും ആരുമില്ലല്ലോ. ഇപ്പം സ്വന്തം കാര്യം ചിന്താവാം. അപ്പം ഉമ്മ അവിടേക്ക് പണിക്ക് പോയിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല വറുത്തരച്ച തേങ്ങ അരച്ച കറിയും പൊറാട്ടയും പത്തിരി, അതുപോലെ അതിൻ്റെ കൂടെ തരിക്കഞ്ഞി ഉണ്ടാവും. ഈ തരിക്കഞ്ഞി കണ്ട അമ്മാനോട് പറയും കുട്ടിക്കാലത്ത് ഞങ്ങൾ, അതെ അതെ അതെ. അപ്പം ഞാനും അനിയനൊക്കെ പറയും, ഉമ്മ നാളെ ഞങ്ങൾ നോമ്പ് വെക്കൂലട്ടാന്ന്, എന്തിനാ ഇതൊക്കെ കുടിച്ച് തീർക്കണ്ടേ. അപ്പം രാവിലെ ഈ ഇറച്ചിയും പത്തി അന്ന് കുശാലായി കാരണം പിറ്റേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എല്ലാ വീട്ടിലത്തെ മാതിരി നോമ്പറക്കാനുള്ള സംഭവം നമ്മളെ വീട്ടിലുണ്ടാവില്ല. ചിലപ്പം ചക്ക കൊടുത്തിട്ട് ചക്കയും ഉമ്മ 1 കിലോ ഇറച്ചി കൊടുത്തിട്ട് അത് 5-6 ഇങ്ങനെ കീസിയിൽ കെട്ടിയിട്ട് അടുത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ കൊണ്ടാക്കലാണ്. എന്നിട്ട് ഓരോ പീസ് ഇത്ര ഉണ്ടാവുള്ളൂ. ഓരോ പീസ് എടുത്തു വന്നിട്ട് ഓരോ ദിവസം കറി വെക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞ കാലമുണ്ട്. അള്ളാഹു അങ്ങനത്തെ വീട്ടിൽ ആർക്കും വരാതിരിക്കട്ടെ. കാരണം ഒരുപാട് ആളുകൾ നമ്മളെ പഴയ കാലത്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞവരുണ്ടാവും. പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ച് ഉപ്പിയും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് ഖൈറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായില്ല. അപ്പം അന്ന് കറി കേസരുടെ ആൾ കുറച്ച് സ്പീഡാണ്. എന്താ വെച്ചാൽ പെട്ടെന്ന് തീർക്കണം, സമയം അധികം ഇല്ല, കുറഞ്ഞ സമയമുള്ളൂ, ക്ഷീണാണ്. പിന്നെ ഞാൻ ചൂട് എന്ന് വെച്ചാൽ എന്താ മക്കളെ ചൂട്, രാത്രി ആണെങ്കിൽ ഉറങ്ങാനും വയ്യ. അതെ അതെ അതെ. ഇപ്പൊ കുട്ടികളൊക്കെ എടുക്കണില്ല അതേമാതിരി. അതെ ആയിക്കോളും. അതാണ് ഞാൻ ഒരാളെ കൊണ്ടുവരാൻ ഉമ്മാരെയും പോലെ ആവൂല. ലാഭം എന്നാ വേണ്ട, എന്നാ വേണ്ട, അങ്ങനെയാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ നോക്കാം. അത് ശരിയാണ്. അല്ല, ഞാൻ ഒരു ഹെൽപ്പിങ്ങിന് നിങ്ങളെ കൊണ്ടുവരണ വേണ്ട, എന്നാ വേണ്ട, അത് വേണ്ട. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ടൊരു ഹെൽപ്പർ ആവശ്യമില്ല. എനിക്കിതാ ഇത് മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മുടെ നോമ്പ് 22-ന്റെ വിശേഷങ്ങളൊക്കെയാണ്.
ഫ്രൂട്ട് ബത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ കയറ്റിയിരിക്കണ്. ചിക്കൻ കറി ഇതാ ഏകദേശം ആൾറെഡി ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ട് വന്നിട്ട്, കാരണം ആൾ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ നെയ്ച്ചോറിലുള്ള ചെമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ അത് മസാല ഇട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യുക. ലേശം കട്ടൻ ചായ എന്തെങ്കിലും വെക്കുക, കട്ടൻ ചായ ആണെങ്കിൽ കട്ടൻ ചായ, പാൽച്ചായ വേണ്ട. ഓക്കെ, അപ്പോൾ പാല് നമുക്ക് എന്താ വെച്ചാൽ പാലൊന്നും കുടിക്കലുണ്ട് നമ്മളില്ലായിരുന്നില്ല. പാൽച്ചായ, നെയ്ച്ചോറ്, കട്ടൻ ചായ എന്നല്ലേ അല്ലേ? ആ അതെ, ശരിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ബാക്കി ഞങ്ങൾ കുറഞ്ഞാട്ടെ അത്ര തന്നെ, എന്നാലും തന്നെ വേറെ ബാക്കിയല്ലേ എന്നാ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ, കാരണം ഇവിടെ ഞാൻ സഹായിക്കണം. ഈ ക്യാമറ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചിരിച്ച് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടക്കോത്തിന് ഇല്ലേ. അപ്പോൾ ഞാൻ ക്യാമറ ഇത് ഓഫാക്കട്ടെ, കാരണം അങ്ങനല്ലേ നമ്മൾ സഹായിക്കണ്ടേ. അപ്പൊ ഞാനേ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി തരുമല്ലോ. ആ ചിക്കൻ ഫ്രൈന്റെ ഓയിൽ കുറച്ചവിടെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇതിമതാ 2,000. അപ്പോ ഈ ചിക്കൻ കറിന് മാറ്റി അവിടെ ഫ്രൈ ചെയ്യല്ലേ, ഓയില് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പൊ ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട്, എല്ലാരും ഭയങ്കര തിരക്കാണ്, തിരക്കാണ്. കുട്ടിമോൻ എക്സാം, അതെ, തളർന്നു കൊടുക്കാണ് അങ്ങനെ പറഞ്ഞ യജ്ജാനി പോയില്ല, പെറ്റ തള്ള സഹിക്കൂല. അപ്പൊ ഈ പുറത്തുകൊണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ച് ഇതിനെ പോലെ ഇന്നോട് പറയാണ്ടെങ്കിൽ എന്ത് സത്യാണ്. അതെ, ഞാൻ അതേമാതിരി ജോലിക്ക് പോകുമ്പോഴൊക്കെ ചിന്തിക്കും, പണിക്ക് പോകുമ്പോളേ നിങ്ങൾ പണിക്ക് നീ നോമ്പിലെങ്കിലും പോകണ്ടപ്പോ അവിടെ ഇരിക്കുന്ന പറയുന്നത് നന്നായി തെറ്റ അമീൻ്റെ അളപ്പില്ല. എന്നാലും നമ്മളെ മക്കള് കുറെ കഴിയുമ്പോൾ പറഞ്ഞോളും, അവരായുസും ആരോഗ്യവും ഒക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ, അവരെ പൂർണ്ണ നല്ല ബുദ്ധിനെ കൊടുക്കട്ടെ. ഓക്കെ, എന്തായാലും ആരൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മക്കൾക്ക് ഉപ്പിയും ഉമ്മയും അതുപോലെ ഉപ്പിയും ഉമ്മക്കും ഈ മക്കളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാവരും വേറുള്ളവർ ആരോ ഉടയവരോ ഉറ്റവരൊക്കെ എല്ലാവരും പിന്നെ ഇല്ലാതാവും. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ വീഡിയോ നമുക്ക് വീഡിയോ ഒക്കെ പോകാമെന്ന് ഞാൻ പറയാനില്ല, കാരണം വീഡിയോ ഒക്കെ എപ്പോഴോ പോയി കഴിഞ്ഞു. അതെ, അപ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ നല്ല അടിപൊളി മിൽമ നെയ്യൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മോശമൊന്നുമില്ല, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ ഞാൻ അത് ഓള് വേറെ അവള് വാങ്ങിയതാണ്, ഞാൻ വാങ്ങാൻ ഏറ്റവും വില പറഞ്ഞേ കൊണ്ടുവരലുള്ളൂ, ഉള്ളത് പറയാലോ. മാഫിയ ഹൊലൂസാണ്, മാഫിയ ഹൊലൂസ്. നമുക്ക് വാങ്ങാൻ പറ്റിയതുള്ളെങ്കിൽ നല്ല വാങ്ങുള്ളൂ, അല്ലെങ്കിൽ വാങ്ങൂല. പറ്റാത്ത സംഖ്യകളൊക്കെ ഇല്ലെങ്കിൽ ഏതാണ്ട് അതേ നോക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത മാതിരി ഇല്ലെങ്കിൽ ഉള്ള മാതിരി. അയലളകുണ്ടല്ലേ, കുഞ്ഞുമോളുണ്ടാവും, മഴയിളകുണ്ട്. അപ്പോൾ വീടുകളൊക്കെ ഞാൻ കണ്ടില്ല തൊട്ടടുത്തടുത്തടുത്ത്. നേരെ കാണുന്നത് അനിയൻ്റെ വീടാണ് തൊട്ടടുത്ത്, അതിൻ്റെ അടുത്തൊരു അയൽവാസി. ഞങ്ങൾ അടുത്തടുത്താണ്, ആർക്കും പേടിയാവില്ല. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിലും പേടിയേണ്ട കാര്യമില്ല. എല്ലാവരും ഒരൊറ്റ കുടക്കീലാണ്. 12 മണി കഴിഞ്ഞാലും ഇവള് നമ്മളെ അടുക്കള ഭാഗത്തുള്ളൊരു പൈപ്പുണ്ട്, ഊതെടുക്കാൻ രാത്രി ഇഷാക്കൊക്കെ ഊതെടുക്കാൻ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ലൈറ്റ് ഇടാൻ പോകും. അപ്പം ഞാൻ പറയും, പെണ്ണ് ലൈറ്റ് ഇടാൻ പോകണ്ട, നല്ലവരും ഉണ്ടാവാണ്ട്. അപ്പോൾ പറയണേ ലൈറ്റ് ഇട്ട് പോയാൽ എന്നെ കാണുള്ളൂ, അപ്പോഴല്ലേ ആരെയും വരുള്ളൂ. ഇതിൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? എന്നാക്കിക്കോട്ടെ. അല്ല അവന്തിനാ ലൈറ്റ് ഇടാൻ പോണ്, അങ്ങനെ അത് ധൈര്യം കൊണ്ട് പോണ്. ഇവൾ നിങ്ങൾ വിചാരിച്ചില്ല, ഭയങ്കര ധൈര്യാണ്. ഞാൻ ഇതൊക്കെ തമാശ പറയണേ, അങ്ങനെ ഓടിക്കോന്നറിയില്ല. അല്ല, ഒരു വിധം ചെയ്താനൊന്നും ഇവിടെ അടുക്കൂലട്ടാ അല്ലേ? ചെയ്താൻ ടോട്ടലി കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ തകൃതി. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ, ഞാൻ ജ്യൂസ് കലക്കി വെച്ചിരുന്നു. ജ്യൂസ് ഇങ്ങനെ ഫോൺ മൊബൈൽ ഞാൻ അങ്ങനെ കളിക്കുവോ? അല്ല, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഭാര്യമാർക്ക് തോന്നല്. ഒപ്പം ഇങ്ങനെ വന്ന് സംസാരിക്കാൻ. അല്ല, ഇത് നിങ്ങൾ ധൈര്യത്തിനും കമന്റ് ചെയ്തു, എങ്ങനെ കമന്റ് ചെയ്യണം. നമ്മളെ കൂടെ ഒരാൾ ഇവിടെ ഇങ്ങനെ നിന്നാ മതി, നമുക്ക് എത്ര പണിയെടുക്കാം. പക്ഷെ നമ്മൾ ഒറ്റക്കാക്കിയാണ് കൊല്ലം മടി മടി കാണുമ്പോൾ കഴിച്ച് ഇങ്ങനെ ഓരോ വോയിച്ചിട്ട് നമുക്ക് വിരാൻ തുടിച്ചൂടെ? പെണ്ണുങ്ങളെ പറയാൻ വേണ്ടിട്ടാ. അല്ല, കൂടെ നിന്നേരായി ആണുങ്ങള് ഭാര്യമാര് അങ്ങനെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ഭർത്താക്കന്മാര് കൂടെ
ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഭർത്താക്കന്മാർ കൂടെ നിന്ന് തരില്ല എന്ന് ആരെ പറഞ്ഞേ? പക്ഷേ ഇഷ്ടംപോലെ അത് അത് ഒരുവിധ ആണുങ്ങൾ നിന്ന് തരണമെങ്കിൽ അത് അപ്പുറത്തെ വരിയിലെ ഭാര്യ ആയിരിക്കണം. അങ്ങനല്ലേ? അത് വേണ്ട, കോമഡി വേണ്ട, ഞാൻ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ ഇവളെങ്കിലും പറഞ്ഞു കേട്ടില്ലേ, നമ്മള് ഒന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും മിണ്ടി പറഞ്ഞ് പാടില്ല. ഇവരെ കൂടെ ഒക്കെ നിന്നിങ്ങനെ അതൊക്കെ തൊട്ട് അത് കൊടുത്തു ഇത് കൊടുത്തു ജസ്റ്റ് ഒന്നിങ്ങനെ ആളായിങ്ങാണ്ട് ഒന്ന് സംസാരിക്കുമ്പോ തന്നെ മനസ്സ് നിറയും. സത്യാണ്. അതെ, അറിയില്ല. വേറെ പോ അങ്ങനെ അടുക്കളയിൽ ആണുങ്ങൾ വന്നിക്കുമ്പോ പറച്ചിൽ എന്താണ്? പെങ്കോന്തന്മാരാണ്. അപ്പൊ അത് വിചാരിച്ചാണ് ആണുങ്ങൾ എന്ത് ചെയ്യും? പോവില്ല. അതെ. അപ്പോ ഈ അടുക്കളയില് പിന്നെ പോയി നിന്നീര ആടുകൊണ്ട് ഒഴിഞ്ഞു പോയാ പറയും അത് ഉമ്മാന്റെ വാൽമാരുടെ വാക്ക് വിശ്വസിച്ച് നടക്കുന്നവരാണ്. ഏതായാലും നമ്മളോടൊപ്പം ഏതായാലും നമ്മളെവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം റെഡി ആക്കിയിട്ട് നോമ്പറക്കാൻ ഇതൊപ്പം വരാം അല്ലേ? ഓക്കെ. അപ്പൊ ചിക്കൻ കറിക്കുള്ള ഉള്ളി അതുപോലെ ഡ്രൈ മസാല അല്ലേ? ചിക്കൻ കറിക്കുള്ള ഉള്ളി ചിക്കൻ കറിയുടെ ആയി. നെയ്ച്ചോറിക്കണം. ചിക്കൻ കറി റെഡി ആക്കിയത് നെയ്ച്ചോറിക്കാണല്ലോ. ഞാൻ വെള്ളം എടുക്കണം. വെള്ളം ക്യാമറ പിടിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മാളു നെയ്ച്ചോറുണ്ടാക്കുമ്പോ ഈ അളവ് കണ്ടില്ല നിങ്ങള്? സുമാറ് അരി വെള്ളം എടുക്കണം എനിക്ക് പറ്റൂല. ഈ അളവ് എനിക്ക് ഭയങ്കര പേടിയാണ്. അതല്ല ആ അളവില് അതെ ഈ അളവിൽ 2 പാത്രം അല്ലേ? ഇത് മുഴുവൻ ഇതിൽ 2 പാത്രം. ഇതില് ഫുള്ളായി അങ്ങനെ ആയില്ലേ? അത് എനിക്ക് ഞാൻ ചോദിക്കണതല്ല, നീ വെള്ളം പൊതിരുത്താതെ എടുക്കുമ്പോ ഡബിൾ അല്ല എടുക്കല്? അതാണ് അതെ, അതാണ് ഐ വിൽ ടോക്കിംഗ് യു. എന്താ അറിയോ, അപ്പൊ എല്ലാരും പെരുന്നാൾ ഡ്രസ് ഒക്കെ എടുത്താ എനിക്ക് പെരുന്നാൾ ഡ്രസ് എടുത്ത് തന്നിട്ട് കേട്ടാ. അത് ആരും പറയുന്നേ ഇതാരെ കണ്ടുപിടിച്ചെന്നാ ഈ പെരുന്നാൾ ഡ്രസ് എടുക്കണം എന്നുള്ളത്? നിങ്ങൾ എല്ലാരും പെരുന്നാൾ ഡ്രസ് എടുത്തില്ലേ? എനിക്ക് എടുത്ത് തന്നിട്ടില്ല. പെരുന്നാൾ ഇനി ഉണ്ടല്ലോ, 8 ദിവസം കിടക്കല്ലേ? 8 ദിവസമല്ലേ ഉള്ളൂ. ആ എന്നാ നാളെ എടുക്കുക. നാളെ എന്നാ എടുക്കണ്ടേ? എനിക്ക് സൗകര്യം നിന്നാണ് മറ്റന്നാള്. അതായത് നാളെ വെള്ളി കഴിഞ്ഞാൽ നേരെ വെള്ളിയോ ശനിയോ ഐ വിൽ ട്രൈ കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്നാ മതി, ഞാൻ കാര്യത്തിലാ വിചാരിച്ചു. അപ്പൊ വെള്ളം പാനി ഡാൽ ദിയാ. പാകത്തിന് ഉൾപ്പെട്ട് ചെറുപ്പം ഒരാളെ ഉണ്ടാക്കുന്ന കാണിക്കൊന്നും വേണ്ട, വെറുതെ ജസ്റ്റ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്. ഇനി ഏതെങ്കിലും ഇന്നെ പോലുള്ളവർ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ. നമ്മളെ പോലെ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി അങ്ങോട്ട് ഡൈനിങ് ഹാളിലേക്ക് പോയിട്ടുണ്ട്. ചിക്കൻ ഇതാ. ഓക്കെ, അതുപോലെ തന്നെ ചിക്കൻ കറി ഇതട്ടാ. അപ്പൊ നോമ്പറക്കാൻ അധികം സമയമൊന്നുമില്ല. ഇതാ മാടൊക്കെ എല്ലാവരും ഇവിടെ വന്നിരുന്നിക്കണേ അല്ലേ? ക്ഷീണുണ്ടെന്ന് ഉണ്ട്, നല്ല ക്ഷീണുണ്ടല്ലേ? എന്താ വെച്ചാല് ഉറക്കും പൊതുവെ നോമ്പായാൽ കുറവല്ലേ, കാരണം പകലൊക്കെ ഉറങ്ങുന്ന രാത്രി കറക്റ്റ് ഉറങ്ങാൻ കഴിയൂല. അപ്പൊ ഐറ്റംസ് എന്ന് വെച്ചാൽ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ വർത്താനം പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ നേരം വെക്കും. എന്നിട്ടൊരു 10 അപ്പൊ ആ സമയത്തൊന്നും തോന്നൂല ഇത് സ്വീപ്പാവുന്നുള്ളൊന്നും. അപ്പൊ അങ്ങനെ പറയണം. അങ്ങനെ ഇരിക്കണോ ആരെങ്കിലും ഉണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ട, ഞങ്ങൾ ഇരിക്കലുണ്ട്. ചൂടായിട്ടാണ് കെടുക്കാൻ തോന്നണില്ല. അതാണ് അതെ, നമ്മള് തണുപ്പാകുമ്പോ വന്ന് കിടന്നുറങ്ങും. ഇതല്ലല്ലോ, അപ്പോഴും ചൂടല്ലേ, കൊലയുമ്പോ കുറെ ഇരിക്കും. ബാർപ്പിന്റെ കൂടെ സോഫ ഇട്ട് അവിടെ കുറെ പോയിരിക്കും. നല്ല സുഖമാണ് പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ. എത്ര ആയാലും പുറത്തേക്ക് പോരാൻ തോന്നൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നേരം വെക്കുന്നത്. പിന്നെ ഇനി അന്നുകാണ്ട് എന്ത് അല്ലെങ്കിൽ ഇരുത്തൊക്കെ കഴിഞ്ഞാൽ അന്നാണെങ്കിൽ അത്താഴത്തിനുള്ള എന്തെങ്കിലും റെഡിയാക്കില്ല. അപ്പൊ പിന്നെ നേരം കണക്കാവും ചെയ്യും. അതാണ്. അതെ, അപ്പൊ പൈനാപ്പിൾ ജ്യൂസ്, നാരങ്ങ ജ്യൂസ് അല്ലേ? നാരങ്ങ വെള്ളം, തനി നാടൻ നാരങ്ങ വെള്ളം. അപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ തൽക്കാലം എന്താണ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അസ്വസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് അത് ഉണ്ടാക്കിയത്. പിന്നെ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഇതാ ഓറഞ്ച്, മുന്തിരി, ആ ചുവപ്പ് സാധനത്തിന് പേരെന്താ മറന്നേ? ഉറുമാമ്പയം. പിന്നെ മറ്റേ മാങ്ങ. ഓക്കെ,
നോമ്പ് തുറക്കാൻ നല്ല തനി നാടൻ അറബിക് ഈത്തപ്പഴമുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. കുട്ടിമ ഇപ്പൊ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കരുതിയത് അവിടെ ഉണ്ട്. ആളിപ്പോൾ വരും. അവിടെ വെയിറ്റ് ചെയ്ത് കട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വാങ്ങി കൊടുക്കാൻ വേണ്ടി വരുവാൻ കേട്ടോ. ഓക്കെ, ഇന്നപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കഴിക്കണത്. കാരണം നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയൊക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് ഗ്യാപ്പ് വേണമല്ലോ അല്ലേ? കുറച്ച് ഇതെല്ലാം ഗ്യാപ്പ് കൊടുത്തിട്ട് കഴിക്കൊള്ളൂ. എനിക്ക് 6 മണി ആയി തരത്തില്ല, അങ്ങനല്ലേ? നിസ്കാരം കഴിഞ്ഞിട്ടേ തിന്ന് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതായിരിക്കണീട്ടാ. എന്താ സംഭവം എന്ന് വെച്ചാല് ഇത് കഴിച്ച് മഗ്‌രിബ് നിസ്കാരത്തിന് പോയ മോള് ഖുർആൻ എടുത്ത് ഓതി തുടങ്ങിയാല് ചിലപ്പോ 10 മണിയൊക്കെ ആവും കഴിച്ചാന്. 10 മണിയാവും. കഴിയും. അപ്പൊ അതാണ് കുട്ടികൾ പറഞ്ഞത്, ഇത് ഒന്നിച്ചാണ്ട് കഴിച്ചാല് നിങ്ങൾക്ക് ഫുള്ള് ഖുർആൻ ഓതിക്കൂടെ. 10 മണി ആക്കണ്ട 12 മണി ആയിക്കാളി എന്നാ പറഞ്ഞത്. ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ ഈ ചായയുടെ ആവശ്യം വരുന്നില്ല, തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കോ, നല്ല സുഖല്ലേ ഞങ്ങൾക്ക് എന്ന് വെച്ചാല് ആണുങ്ങൾക്ക് അല്ലേ, ബാപ്പാക്കും മക്കൾക്കും ഫുഡ് കഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ഇരിക്കണ വലുത് അപ്പൊ വാങ്ങി കൊടുക്കണ്ടേ കേട്ടോ. അപ്പൊ നോമ്പ് ഇറക്കാൻ പോണേ 22ാമത്തെ നോമ്പ്. സുന്നത്ത് വാങ്ങാൻ നോക്കി. സുന്നത്ത് ഇന്നെങ്കിലും സുന്നത്ത് ഇല്ല. ഈത്തപ്പഴം കഴിഞ്ഞിട്ടേ ബാക്കി സുന്നത്തുള്ളൂ. ഈത്തപ്പഴം കഴിക്ക്. അത് കുടിച്ചു ഓക്കെ. നാരങ്ങ, പൈനാപ്പിൾ, നാരങ്ങ വെള്ളം ഒന്ന് നോക്കട്ടെ എങ്ങനെ. പൈനാപ്പിൾ അടിപൊളിയാണ്. ജാക്കി ചാൻ വളരെ കണ്ടിട്ട് നോമ്പ് ഉണ്ട് എന്നല്ലാന്ന് തോന്നണേ. ഈ ബാങ്ക് കൊടുക്കണ നേരത്തെ ആ നൃത്തം നിൽക്കണുണ്ട് ഞങ്ങള് അല്ലേ? നിങ്ങൾ പറയും അവർക്ക് ഉണ്ടാവില്ലെന്ന്. മധുരം ഉണ്ട്. ദാഹം കിടാൻ ശരിക്കും നാരങ്ങ വെള്ളം തന്നെ വേണട്ടാ. ആളോ സത്യാണ്. എന്ത് ജ്യൂസ് ഉണ്ടായാലും കാര്യമില്ല, ഈ ഒരു നാരങ്ങളം കുടിച്ചാണ്ടല്ലോ ചായം കടി വരാണ്ട് നിൽക്കും. ശരിക്കും ഞങ്ങൾക്ക് ഇന്നൊരു നോമ്പ് തുറക്ക് ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പോകാൻ പറ്റൂല, ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൂടുതൽ അല്ലേ, അവിടെ കുറച്ച് ഫ്രൂട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയതുകൊണ്ട് ആ വീട്ടുകാരെ വകയാണല്ലോ. അപ്പോൾ അതെ, അപ്പോൾ അവർക്ക് ഏതായാലും നമുക്കൊരു നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ തന്നുകൊണ്ട് അല്ലെങ്കിലും വേണം. എന്തായാലും അവർക്ക് ഏതായാലും പൂർണ്ണ ആരോഗ്യം ദീർഘായുസ്സ് കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ, ആമീൻ എന്നൊരു പ്രാർത്ഥന ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഇത്ര തോന്നെ ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ വാങ്ങിയതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ പോകട്ടാ. നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ഇതാണ് ഇന്നത്തെ ഐറ്റംസ്. ഓക്കെ, അപ്പം ഞങ്ങൾ കഴിക്കുകയാണ്. ഇവിടെ ഒരു ബംഗാളി ഉണ്ട്, ഇവൻ ഷർട്ടൊന്നും ഇട്ടില്ല. ആയിക്കോട്ടെ, ഞാൻ ആയിക്കോട്ടെ. തമിഴ്നാടെന്ന് சொன்னால் பெரிய நாடு, பெரிய ஊர், பிரச்சனை கிடையாது. ओके ओके चिकन എടുത്ത മോനോ പൊന്നോ टिमने ये आदमी को बहुत बीमार हो गया, अभी उधर सोते था, अभी मैं उठा के लेके आया इधर. बहुत सर्दी पकड़ा इसको, ആളൊരു സുഖമില്ല. നോമ്പറിന് ദിവസം തല കറങ്ങുക, തലവേദന, ഗ്യാസുള്ള പോലെ ഭയങ്കര അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഗ്യാസിന് ഗുളിക തരാം. ഗുളിക വേണ്ടാറിന് വേണ്ട. ഞാൻ അമ്മ എത്തിർത്തി തരണ വേണ്ട, എന്നാ ചോറ് തരാം. പൊന്നു ഓ ഗ്രേവി ഇടാലോ. ബിസ്മില്ല. അതെയാ, ഓക്കെ. മോന് എന്തിട്ടെൻ്റെ അച്ചാർ എന്തെങ്കിലും വേണ കണ്ട എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളിയാണ് തോന്നുന്നുണ്ട്. മണം കേട്ടിട്ട് സൂപ്പറാണ്. എന്നാലും എങ്ങനെയുണ്ട് നോക്കട്ടെ.
അടിപൊളിയായിട്ട് ഒന്നും പറയണ്ട. സൂപ്പർ കില്ലാടി മാഷാ അല്ലാഹ്. അപ്പം ഞങ്ങൾ ഇതാ ഈ കഴിക്കുകയാണ്. അപ്പം നമുക്ക് 24 നോമ്പ് പൂർത്തിയായിട്ടുണ്ട് അല്ലേ? എന്താ പൊന്നോ അതിക്ക് എത്രയായി? ഓനക്ക് 24 ഒന്നുള്ളൂ. അവ 22 നമുക്ക്. അപ്പം ഞങ്ങൾ സ്വസ്ഥമായിട്ട് കഴിക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. നല്ലതാകാത്തൊരു കമൻറ്റ് ഉണ്ട് പോകുന്നത് കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ ആൾക്കാരുടെ ഇങ്ങനെ തോന്നും. മാഷാ അല്ലാഹ്. അപ്പം നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും അതിന് അല്ലാഹു ആവതും ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവർക്കും